വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്ക് പോവുകയാണ്. കൊല്ലത്ത് നിന്ന് ഏകദേശം 143 കിലോമീറ്റർ ഉണ്ട് ഹിൽ പാലസിൽ എത്താനായിട്ട്. ഞങ്ങൾ ആലപ്പുഴ വഴിയാണ് പോയത്. പോകുന്ന വഴി ഞങ്ങൾ ലഞ്ച് കഴിച്ചത് ആലപ്പുഴയിലെ കാസിയ റെസ്റ്റോറന്റിൽ നിന്നാണ്. വെജിറ്റബിൾ മീൽസും ചിക്കൻ ബിരിയാണിയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. എറണാകുളം നഗരത്തിൽ നിന്ന് 11 കിലോമീറ്ററോളം ദൂരമാണ് ഹിൽ പാലസിലേക്കുള്ളത്. അങ്ങനെ ഹിൽ പാലസിലേക്ക് നമ്മൾ പ്രവേശിച്ചു. തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഹിൽ പാലസ് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് മുകളിലേക്ക് പോകാൻ. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. വെഹിക്കിൾ പാർക്കിങ്ങിന് 30 രൂപയും മൊബൈൽ ക്യാമറ യൂസ് ചെയ്യുന്നതിന് 10 രൂപയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യണം. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം സ്റ്റെപ്പുകൾ വഴി നടന്ന് ഹിൽ പാലസിലേക്ക് പോകാം. അതല്ല, വണ്ടി ഓടിച്ചും ഹിൽ പാലസിന്റെ അടുത്ത് വരെ പോകാവുന്നതാണ്. താഴെ മുതൽ പാലസിന്റെ മുന്നിൽ വരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഗാർഡന്റെ ഇടയിലൂടെ തന്നെയാണ് ഹിൽ പാലസിലേക്ക് എത്താനുള്ള സ്റ്റെപ്പുകളും വണ്ടികൾക്ക് പോകാനുള്ള റോഡും. ഞങ്ങൾ സ്റ്റെപ്പുകൾ കയറിയാണ് ഹിൽ പാലസിലേക്ക് പോയത്. ആ കാണുന്നതാണ് ക്ലോക്ക് റൂം. അവിടെ ചെരുപ്പുകൾ ഊരി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പാലസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. കൊട്ടാരത്തിനുള്ളിൽ വീഡിയോ എടുക്കുന്നതിനുള്ള പെർമിഷൻ ഇല്ല. ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കൊട്ടാരത്തിനുള്ളിലേക്ക് കയറുന്നിടത്ത് ടിക്കറ്റ് പരിശോധിക്കാനായിട്ടും പ്രദർശന വസ്തുക്കളെ കുറിച്ചുള്ള വിവരം തരാനും പ്രത്യേക സ്റ്റാഫുകൾ ഉണ്ട്. കൊച്ചി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയും ഭരണകേന്ദ്രവുമായിരുന്ന ഈ കൊട്ടാരം ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു മ്യൂസിയമാണ്. 54 ഏക്കറിൽ 1865 ഈ പാലസ് നിർമ്മിക്കുന്നത്. 1980 കൊച്ചി രാജകുടുംബം കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. പിന്നീട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലായ ഹിൽ പാലസ് 1986 മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നമ്മൾ എല്ലാവർക്കും തന്നെ ഈ ഹിൽ പാലസ് പരിചിതമായത് മണിച്ചിത്രത്താഴ് എന്ന എവർഗ്രീൻ സിനിമയിലൂടെയാണ്. മരം കൊണ്ടുണ്ടാക്കിയ കോണിപ്പടികൾ കയറി വേണം മുകളിലേക്ക് പോകാൻ. നിലമൊക്കെ പഴയ ഡിസൈനിലുള്ള ടൈൽ കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന രാജാവിന്റെ സിംഹാസനം ഒരു പ്രധാന അട്രാക്ഷൻ തന്നെയാണ്. മുന്നോട്ട് നടക്കുന്തോറും രാജകുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് ബോർഡുകൾ കാണും. കൊച്ചി ചരിത്രം മുഴുവനായി മനസ്സിലാക്കണമെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കൂടി വായിക്കണം. രാജഭരണകാലത്ത് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണിത്. ഇതെല്ലാം ബ്രിട്ടീഷുകാർ രാജാവിന് സമ്മാനിച്ചതാണ്. കുതിരകളെ കെട്ടിയാണ് ഈ വണ്ടികൾ വലിക്കുന്നത്. ഇതിന്റെ ചക്രങ്ങളിൽ റബ്ബറിന് പകരം ലെതർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്കിറങ്ങി. ഇനി പുറത്തെ കാഴ്ചകൾ കാണാം. ഓടുകൾ നീങ്ങ ഈ നീണ്ട വഴിയിലൂടെ പടവുകൾ ഇറങ്ങി കുറച്ചു ദൂരം നടന്നാൽ ഇവിടുത്തെ കുളത്തിനടുത്തെത്താം. നിറയെ തൂണുകളും കേരള ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളും കുളത്തിനോട് ചേർന്ന് കാണാം. ഈ കെട്ടിടത്തിന് സൈഡിലൂടെ നടന്നാൽ കുളത്തിന്റെ മുകൾ സൈഡിലായി എത്താം. ഈ പടവുകൾ ഇറങ്ങിയാൽ കുളത്തിനടുത്തേക്ക് പോകാം. പടവുകൾ ഇറങ്ങി അങ്ങനെ ചെല്ലുമ്പോൾ മുകളിൽ നിന്ന് നമ്മൾ കണ്ട കുളം അടുത്ത് കാണാം. കുളത്തിലേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. കുളവും കണ്ട് അങ്ങനെ വന്ന വഴി തിരിച്ചു നടന്നു. ഈ പറമ്പിന് ചുറ്റുപാടും ഇതുപോലെ വലിയ മരങ്ങളുണ്ട്. പലയിടങ്ങളിലായി ഇരിപ്പിടങ്ങളും ഉണ്ട്. അങ്ങനെ നടന്നു വന്നപ്പോൾ ഈ പാലസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഭീമാകാരനായ ദിനോസറിന്റെ പ്രതിമ കണ്ടു. പേര് പോലെ തന്നെ കുന്നിൻ മുകളിലാണ് ഈ പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാലസ് ആണിത്. കുട്ടികൾക്കായുള്ള ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. എറണാകുളത്ത് വരുമ്പോൾ ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ. താങ്ക് യു.